കഴിഞ്ഞ തവണ അത് മിസ്സായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാറ്റി പറയാൻ തയ്യാറില്ല. എന്താണ് വോട്ട് കച്ചവടം? LDF-ലും UDF-ലും ഉള്ള കക്ഷികളെല്ലാം ഇപ്പോൾ സംതൃപ്തരാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? LDF-ലും UDF-ലെയും ഉള്ള കക്ഷികൾ, LDF-ലും UDF-ലും ഉള്ള പ്രധാന പാർട്ടികളുടെ നേതാക്കൾ തന്നെ ഒരു ഓപ്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. CPM-ലും കോൺഗ്രസിലുള്ള പ്രമുഖരായിട്ടുള്ള പല നേതാക്കളും, കൊല്ലം, ആലപ്പുഴ ജില്ലയിലൊക്കെയുള്ള പല നേതാക്കന്മാരും ഒരു ഓപ്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ ഓപ്ഷൻ ഉയർന്നു വരും. കേരളത്തിൽ മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളം മോദിക്ക് ബാലി കയറാൻ മലയല്ല എന്നുള്ളതാണ് ജനവികാരം തെളിയിക്കും. ആഹാ, അടിപൊളി. വീണ്ടും കേരളം പിടിക്കാൻ റെഡിയായെന്ന് വ്യക്തമാക്കുകയാണ് നമ്മുടെ ഉള്ളിസുര. കഴിഞ്ഞ തവണ മിസ്സായി, ഈ തവണ വട്ടപൂജ്യം തന്നെ പിടിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് സംഘികളുടെ സ്വന്തം ഉള്ളി. എന്തായാലും കൊള്ളാം, സംഘികളുടെ ഉടായ്പകൾ അത് കയ്യിൽ വച്ചേച്ചാൽ മതി. കേരളത്തിൽ വട്ടപൂജ്യം ഉറപ്പിച്ച ഉള്ളിസുരയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: 35 സീറ്റ് കിട്ടിയാൽ കേരളം BJP ഭരിക്കും. കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പോലും. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ചർച്ചയായ പ്രസ്താവന ആവർത്തിച്ചു പറയുകയാണ് BJPയുടെ നിലവിലെ അധ്യക്ഷനായ കെ സുരേന്ദ്രൻ. മറ്റു പാർട്ടികളിലെ അസംതൃപ്തരായ നേതാക്കൾ കൂട്ടത്തോടെ BJPയിലേക്ക് എത്തുമെന്നും ഉള്ളിസുര വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. 35 സീറ്റുകൾ കിട്ടിയിരുന്നെങ്കിൽ കേരളം ഭരിക്കുമെന്ന് ഇന്നും പറയുന്നു പോലും. BJPക്ക് 35 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. 35 സീറ്റ് NDAക്ക് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്നാണ് പറഞ്ഞതെന്നാണ് ഉള്ളിസുരയുടെ വാദം. അന്നു പറഞ്ഞ 35 സീറ്റിലെ വോട്ട് വിഹിതം പരിശോധിച്ചാൽ ആ സീറ്റുകളിലെല്ലാം NDA പ്രബല ശക്തിയാണെന്ന് കാണാം എന്നും കൂടി ഉള്ളിസുര വ്യക്തമാക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ കാലത്തൊന്നും നടക്കാത്ത ഒരു വലിയ ഉറപ്പ് കൂടി ഉള്ളിസുര മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 35 സീറ്റ് കിട്ടിയാൽ LDF, UDF പാർട്ടികളിൽ നിന്ന് NDAയിലേക്ക് വലിയൊരു ഒഴുക്കുണ്ടാകും. അതിൽ ഒന്നിനെ അങ്ങ് വെട്ടിയേരെ. LDFിൽ നിന്നും ഒഴുക്കൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കഴിഞ്ഞ തവണ മിസ്സായതല്ലേ, എന്തായാലും അതിനി മാറ്റിപ്പറയാൻ നിൽക്കണ്ട. LDFിലെയും UDFിലെയും നേതാക്കൾ ഒരു ഓപ്ഷന് വേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ള സുരേന്ദ്രൻ്റെ വാദവും സോഷ്യൽ മീഡിയ പൊളിച്ചെടുക്കുന്നുണ്ട്. കേരളം നരേന്ദ്രമോദിക്ക് ബാലി കയറാൻ മലയല്ല പോലും. കേരളം മോദിക്ക് ബാലി കയറാൻ മലയല്ല എന്നുള്ളതാണ് ജനവികാരം തെളിയിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട BJPയിലെ പ്രാഥമിക സീറ്റ് ചർച്ചകൾ കഴിഞ്ഞെന്നും ഇതേ ഉള്ളിസുര തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറ, കഴിഞ്ഞ തവണ മിസ്സായി, ഈ തവണ വട്ടപൂജ്യം തന്നെ വീണ്ടും പിടിക്കുമെന്ന് ഉറപ്പിച്ച് തള്ളുകയാണ് ഉള്ളിസുര. എന്തായാലും കൊള്ളാം, കേരളത്തിൽ വട്ടപൂജ്യം ഉറപ്പിക്കാൻ ഉള്ളിയുടെ ജീവിതം ഇനിയും ബാക്കി. കഴിഞ്ഞ തവണ അത് മിസ്സായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാറ്റി പറയാൻ തയ്യാറില്ല. എന്താണ് വോട്ട് കച്ചവടം? LDF-ലും UDF-ലും ഉള്ള കക്ഷികളെല്ലാം ഇപ്പോൾ സംതൃപ്തരാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? LDF-ലും UDF-ലെയും ഉള്ള കക്ഷികൾ, LDF-ലും UDF-ലും ഉള്ള പ്രധാന പാർട്ടികളുടെ നേതാക്കൾ തന്നെ ഒരു ഓപ്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. CPM-ലും കോൺഗ്രസിലുള്ള പ്രമുഖരായിട്ടുള്ള പല നേതാക്കളും, കൊല്ലം, ആലപ്പുഴ ജില്ലയിലൊക്കെയുള്ള പല നേതാക്കന്മാരും ഒരു ഓപ്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ ഓപ്ഷൻ ഉയർന്നു വരും. കേരളത്തിൽ മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളം മോദിക്ക് ബാലി കയറാൻ മലയല്ല എന്നുള്ളതാണ് ജനവികാരം തെളിയിക്കും. കഴിഞ്ഞ തവണ അത് മിസ്സായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാറ്റി പറയാൻ തയ്യാറില്ല. എന്താണ് വോട്ട് കച്ചവടം? LDF-ലും UDF-ലും ഉള്ള കക്ഷികളെല്ലാം ഇപ്പോൾ സംതൃപ്തരാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? LDF-ലും UDF-ലെയും ഉള്ള കക്ഷികൾ, LDF-ലും UDF-ലും ഉള്ള പ്രധാന പാർട്ടികളുടെ നേതാക്കൾ തന്നെ ഒരു ഓപ്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. CPM-ലും കോൺഗ്രസിലുള്ള പ്രമുഖരായിട്ടുള്ള പല നേതാക്കളും, കൊല്ലം, ആലപ്പുഴ ജില്ലയിലൊക്കെയുള്ള പല നേതാക്കന്മാരും ഒരു ഓപ്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ ഓപ്ഷൻ ഉയർന്നു വരും. കേരളത്തിൽ മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളം മോദിക്ക് ബാലി കയറാൻ മലയല്ല എന്നുള്ളതാണ് ജനവികാരം തെളിയിക്കും. കൂടുതൽ വാർത്തകളിലെ വസ്തുതകൾക്ക് ദി വിറ്റ്നസ് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.